കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. ചേലോറയിലെ മാലിന്യ സംസ്കരണ കരാർ നടത്തിപ്പിൽ ക്രമക്കേടെന്ന പരാതിയിലാണ് പരിശോധന നടക്കുന്നത്. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകി എന്നായിരുന്നു പരാതി. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട രേഖകൾ ഈ പരിശോധനയിൽ വിജിലൻസിന് കണ്ടെടുക്കാനായിട്ടുണ്ടോ? വിജയകുമാർ, റെയ്ഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ ബയോ മൈനിങ് കരാറുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുണ്ട് എന്നതാണ് പരാതി. നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം, അതായത് തദ്ദേശ വിഭാഗത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ക്രമക്കേട് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 1.77 കോടി രൂപ അധികമായി കരാർ കമ്പനിക്ക് ലഭ്യമായി. അതായത് ചേലോര ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം, നിർമ്മാർജ്ജനം എന്നതായിരുന്നു കരാർ. അതിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ട അത്രയും മാലിന്യം നീക്കം ചെയ്യാതെ തന്നെ അധിക തുക അനധികൃതമായി കമ്പനി കൈപ്പറ്റി. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടികളിലേക്ക് പോകണമെന്ന ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോൾ അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് ആരോപണവും പരാതിയുമായി ഉയർന്നത്. ആ വിഷയത്തിന്മേലാണ് വിജിലൻസിന്റെ കോഴിക്കോട് കണ്ണൂർ യൂണിറ്റുകൾ സംയുക്തമായി പരിശോധന നടത്തുന്നത്. ഫിനാൻഷ്യൽ വിങ്ങും ഈ രേഖകളുടെ വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. നേരത്തെ സോണ്ട കമ്പനിക്കടക്കം കരാർ നൽകാത്തതിന്റെ പേരിലുള്ള ദേഷ്യം സർക്കാർ കണ്ണൂർ കോർപ്പറേഷനോട്, UDF ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനോട് തീർക്കുന്നു എന്നതടക്കമുള്ള മറുപടികളും വിശദീകരണവുമാണ് നേരത്തെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായത്. ഈ വിവാദം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ പക്ഷേ ഇതൊരു പരാതിയായി നിൽക്കുകയും ഇതിൽ ഓഡിറ്റ് റിപ്പോർട്ടിലടക്കം ഇത്തരം ക്രമക്കേട് 1.77 കോടി രൂപയുടെ കരാർ, അതായത് നീക്കം ചെയ്യാത്ത മാലിന്യത്തിനും തുക എഴുതി വാങ്ങിച്ചു, അതിന് രേഖയുണ്ടാക്കി, കൃത്രിമമായി രേഖയുണ്ടാക്കി തുക കൈപ്പറ്റി എന്നതടക്കം പരാതിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത്ര വലിയ തുകയുടെ മാറ്റം, ക്രമക്കേടൊക്കെ നടന്നു എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധനയിലേക്ക്. നേരത്തെ ആദ്യഘട്ടത്തിൽ സോണ്ടയ്ക്കടക്കം കരാർ നൽകണം ബയോ മൈനിങ്ങിന് വേണ്ടി എന്ന സർക്കാർ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോർപ്പറേഷൻ തന്നെ പിന്നീട് ആവശ്യപ്പെടുകയും മറ്റ് കരാർ കമ്പനികൾക്ക് നൽകുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ നീക്കം ആരംഭിച്ചു. പക്ഷേ അതിൽ ഈ പരാതിയിലൊക്കെ ആരോപിക്കുന്ന ഒരു കാര്യം, അവിടെ തന്നെ വേർതിരിച്ച മാലിന്യം അതേ സ്ഥലത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ കുഴിച്ചുമൂടി പിന്നീട് നീക്കം ചെയ്യാത്ത മാലിന്യത്തിനടക്കം തുക കൈപ്പറ്റി. അക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റും തുടർ പരിശോധനകളും ഉണ്ടായില്ല. അങ്ങനെ അഴിമതി നടന്നു എന്നാണ് പരാതിയിലെ ആരോപണമായി നിലനിൽക്കുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിലും വന്ന പശ്ചാത്തലത്തിൽ കൂടി വിശദമായ പരിശോധനയിലേക്ക് വിജിലൻസ് കടന്നിരിക്കുകയാണ്. ചില രേഖകളും മറ്റും ഈ പരിശോധനയുടെ ഭാഗമായി ഇതിനകം വിജിലൻസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വിശദമായ പരിശോധനയും തുടരന്വേഷണവും ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. ശരി സജോ, ഏതായാലും മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് പരിശോധന നടന്നത്. അവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന അതിന്മേൽ നടക്കും എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.